കാലവർഷം കനത്ത് കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴും കുട്ടികളടക്കം കടലിൽ ഇറങ്ങുന്നത് കോഴിക്കോട് ബീച്ചിൽ പതിവ് കാഴ്ചയാണ്. അപായ സൂചനാ ബോർഡുകളടക്കം കടപ്പുറത്തുണ്ട്. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് ആളുകൾ കടലിലിറങ്ങി കളിക്കുന്നതും കുട്ടികളെ കുളിപ്പിക്കുന്നതും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ തിരമാലയിൽപ്പെട്ട് മുങ്ങി മരിച്ച ഭാഗമാണ് കോഴിക്കോട് കടപ്പുറം. തകർന്ന കടൽപ്പാലത്തിനടുത്ത് കഴിഞ്ഞ വർഷം കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ട് മുങ്ങി മരിച്ചിരുന്നു. അപകടം തുടർക്കഥയായതോടെ കടലിൽ നീന്തുന്നതും കുളിക്കുന്നതും അധികൃതർ തടഞ്ഞിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ വെള്ളത്തിലിറങ്ങരുതെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളും കടപ്പുറത്തുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് 4 ലൈഫ് ഗാർഡുകളാണ് സുരക്ഷയൊരുക്കാനുള്ളത്. ഇവർ ഓടി നടന്ന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും കണ്ണുവെട്ടിച്ച് കടലിൽ ഇറങ്ങുന്നവരാണ് പലരും. ആളുകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാലും ആളുകൾ എന്താ പറയുക, ഒരു 10-60 റുപ്യ ഓട്ടോ ചാർജ്, ബസ് ചാർജൊക്കെ ആയിട്ട് വന്നിട്ട് അവരെ ആസ്വദിച്ച് പോകാനുള്ളൊരു കാഴ്ചപ്പാടിൽ അവർ ബീച്ചിലെത്തുന്നു. അപ്പം നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ എക്സ്ക്യൂസ് ഇത്രയും ചിലവാക്കി വന്നതല്ല, ഞങ്ങൾക്ക് കടലിൽ ഇറങ്ങി ഇവിടെ കുളിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം കാര്യങ്ങൾക്ക് ആരുടെ ഭാഗത്തുനിന്നുണ്ടാകുക. നമ്മൾ ഇത്രയും ദൂരം, അതായത് 1.5 കിലോമീറ്റർ ലെങ്ത്തിൽ 2 ലൈഫ് ഗാർഡുള്ളൂ. നമ്മൾ അത്ര ആളുകളെ കവർ ചെയ്തിട്ട് പോയിട്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്താക്കില്ല, നമ്മളെ മാനിക്കല്ല, കടലിനെ മാനിച്ചുകൊണ്ട് അവർ നിൽക്കുന്നില്ല. അവരെ കുട്ടികൾ നമ്മൾ സേവ് ചെയ്തോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടാണ് അവർ വരുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ സുരക്ഷ നോക്കാതെ കുട്ടികളടക്കമാണ് കടലിൽ ഇറങ്ങുന്നത്. ഈ നിർദ്ദേശങ്ങളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന മട്ടിലാണ് പലരും ബീച്ചിലേക്ക് എത്തുന്നത് തന്നെ. ആളുകളോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ വൈറ്റ് കാർഡ് തന്നെ ഇപ്പോൾ ആളുകളെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ആളുകൾ മുകളിൽ കയറ്റുമ്പോൾ സൈഡ് ആൾ ഇറങ്ങും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തടുക്കുന്ന പണി മഴക്കാലുണ്ടായ പൊതുവെ സംഭവം. പിന്നെ വെച്ചാൽ സുനാമി വരുന്ന പറയുമ്പോൾ ആൾക്ക് സുനാമി കാണാൻ വേണ്ടി വരുന്ന ജനങ്ങളാണ് നമ്മൾ കോഴിക്കോടുള്ള ജനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ അങ്ങനെയാണ്. അതിനെപ്പറ്റി ഇപ്പം എന്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഒരു കഴിവിൻ്റെ പരമാവധി ആളെ കടലിലേക്ക് ഇറക്കാതെ പോലെ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ കടലിൽ ഇറങ്ങുന്നുണ്ട്. വലിയ തിരമാലകൾ വരുമ്പോൾ പോലും കുട്ടികളെ വെള്ളത്തിൽ നിർത്തി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതടക്കം വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല. കാലവർഷം ശക്തമാണ്, കടൽ അതിലേറെ പ്രക്ഷുബ്ധവുമാണ്. ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല എന്നതാണ് സത്യം. അധികൃതരുടെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അവഗണിച്ചാണ് കോഴിക്കോട് കടപ്പുറത്തെ ഓരോരുത്തരുടെയും സാഹസം. വീഡിയോ ജേർണലിസ്റ്റ് സുൽത്താൻ മുഹമ്മദിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.